ആദ്യം ശ്രീ സജിമോൻ ആന്റണി, എക്സിറ്റ് പോളുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ദേശീയ ജനവിധി വന്നിരിക്കുന്നു. തിളക്കം മങ്ങിയ BJP ആണ്. അപ്പോഴും മൂന്നാം വട്ട സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യ മുന്നണി നടത്തിയ നേട്ടം ചെറുതല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം ചെറുതല്ല. എങ്ങനെയാണ് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് പ്രവാസ മലയാളികൾ, ഇന്ത്യൻ സമൂഹം ഇത് വിലയിരുത്തുന്നത്, നോക്കിക്കാണുന്നത്? തീർച്ചയായും ആദ്യം തന്നെ NDA ഗവൺമെന്റിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. ലുക്ക് ലൈക്ക് അവരായിരിക്കും ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്നത് തോന്നുന്നു. എന്നാൽ ഇതിനെ രണ്ട് വാക്കുകൾ സെന്റൻസിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെയാണ്: മോദി ഇലക്ട്രോണിക്കൽ വോട്ടിൽ വിജയിച്ചു, എന്നാൽ മോറലി പരാജയപ്പെട്ടു. എന്നാൽ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വോട്ടിംഗിൽ പരാജയപ്പെട്ടു, എന്നാൽ രാഹുൽ ഗാന്ധിയും ഇന്ത്യയും മോറലി വിജയിച്ചു എന്നുള്ള ഒരു ക്യാപ്ഷനിലാണ് എനിക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ ഏവർക്കും അറിയാവുന്ന കൊണ്ട് തന്നെ 356 എന്നുള്ള സംഖ്യയിൽ നിന്ന് 293 അല്ലെ 294 വരുമ്പോഴത്തേക്കും ഏകദേശം 22% വീഴ്ചയാണ് NDAക്ക് വന്നിരിക്കുന്നത്. അതൊരു നിസ്സാര വീഴ്ചയല്ല. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ മോദിയുടെ തന്നെ ഭൂരിപക്ഷമാണ്. 4.5 ലക്ഷത്തിൽ നിന്നത് 1,60,000 വരുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം റായ്ബറേലിയിലും അതുപോലെ തന്നെ വയനാട്ടിലും കഴിഞ്ഞ തവണ തോറ്റുപോയിരുന്നു UP യിൽ. എന്നാൽ ഇത്തവണ അത് ഏകദേശം 4 ലക്ഷത്തിന് മേളിലെ ഭൂരിപക്ഷവും വയനാട്ടിലെ 3 ലക്ഷത്തിന് മേളിലുള്ള ഭൂരിപക്ഷവും ഉണ്ട്. അപ്പൊ ഇതൊക്കെ എടുത്തു നോക്കുമ്പോഴത്തേക്കും NRI എന്നുള്ളൊരു നീതി നോക്കുകയാണെങ്കിൽ NRIകൾ എപ്പോഴും ഇന്ത്യ ഗവൺമെന്റ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, ഒരു സ്ഥിരതയുള്ള, ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് അവിടെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അടുത്തിടെയായി ആ ഒരു നോട്ടത്തിൽ നിന്ന് ചെറിയൊരു മങ്ങലേറ്റിരുന്നു. കാരണം ഇതാണ്, 3 കാര്യങ്ങളാണുള്ളത്. എവിടെയൊക്കെയോ ഒരു റിലീജിയസ് പോളറൈസേഷൻ ഇന്ത്യയിൽ നടക്കുന്നു. അത് സൗത്തിലും നോർത്തിലും 2 ഫാക്ടറായിട്ടോ വരുന്നത് എങ്കിൽ പോലും ഉണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അതോടൊപ്പം ഇന്ത്യയിലുള്ള റിനോൺഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ജുഡീഷ്യറി ആണെങ്കിലും മറ്റ് ജുഡീഷ്യറി അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയൊക്കെയോ ഈ ഭരണ കേന്ദ്രവുമായിട്ട് ലിങ്ക് ചെയ്ത് അല്ലെങ്കിൽ അത് ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊരു കൺസേൺ ഉണ്ടായിരുന്നു. മൂന്നാമത്തേറ്റ് ഒരു തവണ ജയിച്ചു, 2 ജയിച്ചു, മൂന്നാമത് ജയിക്കുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഒതോറിറ്റേറിയൻ സ്റ്റൈലായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആಗಿ വരുമോ എന്നുള്ളൊരു ചിന്തയും NRIകൾക്ക് ഉണ്ടായിരുന്നു. എന്നൊക്കെ പറഞ്ഞാൽ പോലും മോദിയുടെ വിജയം അല്ലെ NDAയുടെ വിജയം നമ്മൾക്കത് പ്രശംസിക്കേണ്ടതാണ്. കാര്യം 1962 ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാർട്ടി അല്ലെ ഇങ്ങനെ ഒരു മുന്നണി മൂന്നാം തവണ സ്ട്രേറ്റ് ഹാട്രിക്കിലേക്ക് പോകുന്നത്, 3-0 എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് പ്രശംസിക്കാതിരിക്കാൻ വയ്യ. അപ്പം NRIകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ചില പോളിസികളുടെ കാര്യങ്ങളിൽ ചില ചിന്തയുണ്ടായിരുന്നു, എന്നാൽ വിജയത്തിന് ആഹ്ലാദിക്കുന്നു. അതിനകത്തും 2 കാര്യങ്ങളോട് പറയാനുണ്ട് എനിക്ക്. സൗത്ത് ഇതിനെ വേറെ രീതിയിലാണ് കാണുന്നത്, നോർത്ത് വേറെ രീതിയിലാണ് കാണുന്നത്. അത് പോളിംഗിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്യാം. കേരളത്തിൽ പറയുമ്പോഴത്തേക്കും BJP ഒരു അപ്രസക്ത ഘടകമായിരുന്നു ഇതുവരെ. എന്നാൽ താമര വിരിഞ്ഞു, തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തു എന്ന് നമുക്കറിയാമത്. അതിനെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് സുരേഷ് ഗോപിയുടെ ഒരു നല്ലൊരു ഇഫേർട്സ് ആ മണ്ഡലത്തിൽ നടത്തിയിരുന്നു. അതോടൊപ്പം കരിമണ്ണൂരിലെ ചില കോൺട്രവേഴ്സ്യൽ കാര്യങ്ങളും തൃശ്ശൂർ പൂരത്തിന്റെ ചില കോൺട്രവേഴ്സ്യൽ കാര്യങ്ങളും ഒക്കെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള NRIയുടെ ഒരു കമന്റ് അല്ലെങ്കിൽ കേരളത്തിന്റെ ആ ചിത്രം അവിടെ നിൽക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ തിരികെ എത്താം ശ്രീ സജിമോൻ ആന്റണി.